സ്റ്റുഡൻസ് എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ ചാപ്റ്റർ 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷൻസ് എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ നെയിമിങ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പല തരത്തിലുള്ള സൊല്യൂഷൻസ്, ടൈപ്പ് ഓഫ് സൊല്യൂഷനും അതിൻ്റെ ചില കോൺസെൻട്രേഷൻ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസ്. ഹോമോജീനസ് മിക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് 2 or അതിലധികമോ സബ്സ്റ്റൻസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ആ ഒരു സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ, അത് ഈക്വലി അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ സോൾട്ട് വാട്ടർ, അതിൽ വാട്ടറിൻ്റെയും പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസും അതെന്തായിരിക്കും? യൂണിഫോംലി ആയിരിക്കും കേട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more substances. And second point, solvent is that component of a solution that has the same physical state as the solution itself. അപ്പം ആ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു വാട്ടറി ലൈക്ക് ആ ഒരു സ്റ്റേറ്റിലായിരിക്കുമല്ലോ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമുക്ക് എന്താണ്, സോൾട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാലും ഇതൊരു സൊല്യൂഷനാണ് അല്ലേ. സോ ആ ഒരു സൊല്യൂഷന് 2 പാർട്സ് ഉണ്ട്, സോൾവൻ്റ് ആൻഡ് സൊല്യൂട്ട് ഉണ്ട്. അതിൽ സോൾവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡ് പാർട്ടിക്കിളിനെയാണ് സോൾവൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, സൊല്യൂട്ട്സ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവൻ്റ് ടു ഫോം എ സൊല്യൂഷൻ. അതായത് ഈ ഒരു കാര്യം നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മളിപ്പം പഞ്ചസാര ലായനി എടുക്കാം. ആ ഒരു പഞ്ചസാര ലായനിയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ പഞ്ചസാര ഉണ്ടല്ലോ, ആ ഒരു പഞ്ചസാരയാണ് നമ്മുടെ സൊല്യൂട്ട്. അതാണല്ലോ നമ്മൾ അലിയിക്കാൻ പോകുന്നത് വെള്ളത്തിലേക്ക്. വെള്ളമാണ് അവിടെ സോൾവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സൊല്യൂട്ട് പഞ്ചസാരയാണ്, സോൾവൻ്റ് വാട്ടറാണ്. അങ്ങനെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്, പഞ്ചസാര ലായനി കിട്ടി, ആ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഏകദേശം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. അപ്പം എത്ര കോൺസെൻട്രേറ്റഡ് ആണ് ആ ഒരു സൊല്യൂഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ആ ഒരു കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു ജ്യൂസ് എക്സാമ്പിളായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തു. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ആ ഒരു മെഷർമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലി ആ ഒരു പൈനാപ്പിൾ ജ്യൂസിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് കുറവായിരിക്കാം, പൈനാപ്പിൾ കുറവായിരിക്കും. അതിൽ ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂട്ടാണ് പൈനാപ്പിൾ, അതിന് കോൺസെൻട്രേഷൻ കുറവായിരിക്കാം. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ഇപ്പം പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ് മൊളാരിറ്റി ആണ്. അപ്പം ഇനിയിപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്. അപ്പം ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മൊളാരിറ്റി, അല്ലെങ്കിൽ എന്താണ് മൊളാലിറ്റി, അങ്ങനെയൊക്കെ ഓരോന്നും ഇൻഡിവിജ്വലി ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെ ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ മൊളാരിറ്റി ആണ് കേട്ടോ ഫസ്റ്റ് വരുന്ന. മൊളാരിറ്റി RITY ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ മൊളാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര മോൾ ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയെന്ന്. എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലിറ്റർ വാട്ടർ ഉണ്ട്, അതിൽ പഞ്ചസാര
എത്ര ഡിസോൾവ് ആയിന്ന്, അതിൻ്റെ മോൾസിൻ്റെ കണക്കിലാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതിൻ്റെ മോൾസ് എത്ര മോൾസാണ് ആ ഒരു 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയെന്ന്. ഇത് തന്നെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ M യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു N/V. സോ ഇവിടെ N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്, V എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി സൊല്യൂഷന്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം 2.0 മോളാർ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വുഡ് ബി ലാബിൾഡ്. അപ്പോൾ 2.0 മോളാർ സൊല്യൂഷനെ നമ്മൾ 2.0 M ക്യാപിറ്റൽ M H2SO4 എന്നാണ് കേട്ടോ ലാബൽ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 2 മോൾ ഓഫ് H2SO4 എന്തിൽ ആഡ് ചെയ്തിട്ട് വാട്ടറിൽ ആഡ് ചെയ്യും, എന്നിട്ടാണ് ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഒന്നും കൂടെ ഞാൻ മൊളാരിറ്റി ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്കിപ്പം ഒരു H2SO4നെ സൾഫ്യൂരിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്, 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു കുപ്പിയിൽ അതിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടില്ല, ലാബൽ ചെയ്തിരിക്കുന്ന 2 മോളാർ സൊല്യൂഷൻ എന്നാണ് കേട്ടോ. അതായത് എത്ര ആയിരിക്കും? 2.0 മാത്രമേ അതിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ആ ഒരു 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഉണ്ടാവുന്നുള്ളൂ. അതാണ് മൊളാരിറ്റി. ആൻഡ് നെക്സ്റ്റ് വൺ ചോദിക്കുന്നത് മൊളാലിറ്റി ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. മൊളാലിറ്റി സ്മോൾ M യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊളാലിറ്റി സെയിം ആസ് ദി മൊളാരിറ്റി എന്താണ് അവിടെ? പെർ കിലോഗ്രാം ആണെന്നേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന സോൾവെൻ്റ് ഉണ്ടാവുമല്ലോ, അത് കിലോഗ്രാമിലാണെന്ന് പറയുന്നത്. ഇവിടെ ദ ലാബൽ 2.0 സ്മോൾ M H2SO4 to 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് അതിനായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് സ്മോൾ M is equal to 1000 NB ഡിവൈഡഡ് ബൈ W സബ്സ്ക്രിപ്റ്റിൽ A ആണ് കേട്ടോ. അപ്പം ഈ ഒരു NB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ടിൽ ഉണ്ടാകുന്ന ആ ഒരു മോൾസിൻ്റെ നമ്പറാണ് NB എന്ന് പറയുന്നത്. ആൻഡ് WA ഈസ് ദി മാസ് ഇൻ ഗ്രാംസ് ഓഫ് എ സോൾവെൻറ്റ്. ആ ഒരു സോൾവെൻറ്റ് ഏതിലാണോ ഈ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്, ഡിസോൾവ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ആ ഒരു മാസിനെയാണ് കേട്ടോ, ആ ഒരു മാസിനെയാണ് നമ്മൾ WA എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കിപ്പം ഒരു 32.0 ഗ്രാം മീഥൈൽ ആൽക്കഹോൾ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് CH3OH എന്നാണ് കേട്ടോ. മീഥൈൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അത് 200 മില്ലി സൊല്യൂഷനിൽ ഉണ്ട്, കിട്ടി നമുക്ക്. ഫൈൻഡ് ഔട്ട് ദി മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് 32.0 ഗ്രാം ഓഫ് മീഥൈൽ ആൽക്കഹോൾ ഇൻ എ 200 ml സൊല്യൂഷന്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇത് കണ്ടുപിടിക്കുമ്പോൾ മൊളാരിറ്റി, ഇതിൻ്റെ മീഥൈൽ ആൽക്കഹോളിൻ്റെ ആ ഒരു മൊളാരിറ്റി കോൺസെൻട്രേഷൻ ആ ഒരു മില്ലി സൊല്യൂഷനിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് നമ്മളുണ്ടല്ലോ അതിൻ്റെ മോളാർ മാസ് കാണണം. മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3OHൻ്റെ ഒരു ടോട്ടൽ മാസാണ്. ഇവിടെ ഫസ്റ്റ് വരുന്നത് C ആണ്, കാർബൺ അല്ലേ. കാർബണിൻ്റെ മാസ് വരുന്നത് 12 ആണ്, ഒറ്റ കാർബണേ ഉള്ളൂ. ഓക്കെ, പ്ലസ് ഇവിടെ H എന്താണ്? H1 ആണ് വരുന്നത്, പക്ഷേ H 3 എണ്ണം ഉണ്ട്. അപ്പം 1 × 3 ആയിട്ട് വരും. പ്ലസ് ഇവിടെ O വരുന്നത് 16 അതിൻ്റെ മാസ് വരുന്നത്. പ്ലസ് വീണ്ടും H വരുന്നുണ്ട്, 1 വരുന്നു. അപ്പോൾ നമുക്കിത് ടോട്ടലി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 + 3 15, 15 + 16 31, 31 + 1 എത്രയാണ്? 32 ആണ് നമുക്ക് ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ് ഇതിൻ്റെ മോളാർ മാസ് വരുന്നത് മീഥൈൽ ആൽക്കഹോളിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു CH3OHലുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് നോക്കണം.
അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മോളാർ മാസ് ഡിവൈഡഡ് ബൈ അതിലുണ്ടാവുന്ന അതിൻ്റെ മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയിരിക്കുന്ന അതിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ് കേട്ടോ. അപ്പം 32 ഗ്രാം ഡിവൈഡഡ് ബൈ 32 ഗ്രാം മോൾ ഇൻവേഴ്സ് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ CH3OH വരുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോളാണ് കേട്ടോ. ഈ ഒരു 1 മോളല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മൊളാരിറ്റിയാണ് വേണ്ടത്. അപ്പം മൊളാരിറ്റി കാണാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ക്യാപിറ്റൽ M is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എത്രയാണ്? 1 ആണല്ലേ വരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. പിന്നെ നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, എത്ര ലിറ്റർ സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 200 ml ആണ്. 200 ml എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി ലിറ്റർ. അത് ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്ര വരുന്നത്? 0.2 ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ഇവിടെ വരുന്നത് വോളിയം വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 m ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊളാരിറ്റീൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് വരുന്നത്. ഓക്കെ, മൊളാരിറ്റിയും സെയിം ആസ് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻ ഗ്രാംസ് ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ വരുന്നത് നോർമാലിറ്റി ആണ്. എന്താ? കോൺസെൻട്രേഷൻ, സൊല്യൂഷനിലുള്ള ഒരു കോൺസെൻട്രേഷൻ കാണാൻ പറ്റുന്ന അടുത്തത് നോർമാലിറ്റി വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഗ്രാം ഇക്വിവാലൻറ്റ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ്. അപ്പോൾ ഒരു സൊല്യൂട്ടിൽ എത്രത്തോളം ഇത് ഡിസോൾവ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഇറ്റ് റിപ്രസെൻറ്റ് ദി നമ്പർ ഓഫ് ഇക്വിവാലൻസ് ഓഫ് എ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ലിറ്റർ ഓഫ് സൊല്യൂഷന്. അത് ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര ഒരു സൊല്യൂട്ടിൻ്റെ ഇക്വിവാലൻസ് പ്രസൻറ്റ് ഉണ്ടെന്ന്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ആസിഡ് ബേസ് ആൻഡ് റിഡോക്സ് റിയാക്ഷനിൽ ആണ് കൂടുതലായിട്ടും ഇത് നമ്മൾ ഈ ഒരു നോർമാലിറ്റി ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നോക്കുന്നതാണെങ്കിൽ H2SO4 തന്നെ, സൾഫ്യൂരിക് ആസിഡ് തന്നെ എടുക്കാം. 2 ഹൈഡ്രജൻ അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന പെർ മോളിക്യൂൾ ഇൻ എ റിയാക്ഷൻ. സോ ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോള് H2SO4 കൊടുക്കുന്നുണ്ടെന്നാണ്. 2 ഇക്വിവാലൻസ് ഓഫ് H+ അയോൺസിന്, 2 H+ അയോൺസിന് വേണ്ടിയിട്ട് 1 മോൾ ഓഫ് H2SO4 നമ്മൾ ഇക്വിവാലൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമാലിറ്റി ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ N വെച്ചിട്ടാണ്. സോ നോർമാലിറ്റി ക്യാപിറ്റൽ N വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഗ്രാം ഇക്വിവാലൻറ്റ് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പം ഫസ്റ്റ് അതിൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഗ്രാമിലാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി ഇക്വിവാലൻറ്റ് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു 1 ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ക്രമത്തിലുള്ള പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് നോർമാലിറ്റി ആയിട്ട് എന്ത് ചെയ്താൽ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഇൻ ഗ്രാംസ് അല്ലെങ്കിൽ ലിറ്ററിലായിരിക്കും അതുണ്ടാവുന്നത് ഡിവൈഡഡ് ബൈ ഇക്വിവാലൻറ്റ് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്. സോ നമ്മളിപ്പം ഒരു 0.5 kmnO4 അതിനെ എന്താ ചെയ്യുന്നത്? അതിനെ റീഡ് ചെയ്യുന്നത് 0.5 നോർമൽ എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ് എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ 0.5 gram equivalent of KMnO4 per liter of solutions. അപ്പോൾ എന്താണ് 0.5 നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ഈ ഒരു സൊല്യൂഷനിൽ KMnO4 ആ ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഇക്വിവാലൻ്റ് ആയിട്ട് തുടരുന്നുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മോൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ. മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ the mole fraction of a component in a solution is the ratio of its number of moles to the total number of moles of all the components in the solution. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ചോദിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതി കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാവണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നിങ്ങളിപ്പം ഒരു സൊല്യൂഷൻ എടുക്കാം. ആ ഒരു സൊല്യൂഷനിൽ 2 മോൾ ഓഫ് ആൽക്കഹോളും 3 മോൾ ഓഫ് വാട്ടറും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എത്ര ആയിരിക്കും? 5 ആയിരിക്കും അല്ലേ? 5 മോളായിരിക്കും വരുന്നത്. ഇപ്പോൾ അതായത് നിങ്ങളിപ്പം മദ്യപിക്കുന്നതാണെങ്കിൽ കൂടുതലായിട്ടും വെള്ളമാണ് ഒഴിക്കുന്നത്. എത്രത്തോളം? ഒരു 3 മോൾ ഓഫ് വെള്ളം ഒഴിച്ചു, അതിൽ 2 മോൾ ഓഫ് ആൽക്കഹോളും ഒഴിച്ചു. അപ്പം നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ നമുക്ക് വരുന്നത് 5 ആണ്. അതിൽ എത്ര ആൽക്കഹോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 2/5 എന്ന് പറയാം. ഇനിയിപ്പോൾ അതിൽ എത്ര വാട്ടറാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/5. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം ടോട്ടലി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ പ്ലസ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടോട്ടൽ മോൾ കിട്ടുന്നത്, ആ ഒരു സൊല്യൂഷൻ്റെ ഇത് കിട്ടുന്നത്, കോൺസെൻട്രേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ, ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് നമ്പർ ഓഫ് മോൾസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഓൾ കോമ്പണൻറ്റ്സ്. ഇത് ജസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോൾ ഫ്രാക്ഷൻ XA എന്നാണ് കേട്ടോ. ആ ഒരു സൊല്യൂഷനിലുള്ള കോമ്പണൻറ്റ് A എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പണൻറ്റ് സൊല്യൂഷനിൽ വിത്ത് റെസ്പെക്ട് ടു B ആണെങ്കിൽ XA = NA / NA + NB ആണ്. ഓക്കെ, ഇവിടെ N സബ്സ്ക്രിപ്റ്റിലാണ് A വരുന്നത് ആൻഡ് N സബ്സ്ക്രിപ്റ്റ് B ആർ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് A and B അല്ലേ? എത്ര ആൽക്കഹോളിലും വാട്ടറിലും ഉള്ള മോൾസിനെയാണ് NAയും NB കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് ഈസ് ദി മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷന്. അതായത് ഇപ്പം ഒരു 5% സൊല്യൂഷൻ ഓഫ് KMnO4 ഒരു വാട്ടറിൽ ഉണ്ട് എന്ന് പറയാം നമുക്കൊരു എക്സാമ്പിളായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 5 gram ഓഫ് KMnO4 ആണ് ആ ഒരു 100 gram ഓഫ് വാട്ടറിൽ ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ അതായത് പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള 15% അല്ല കേട്ടോ, അത് വരുന്നത് 5% ആണ്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് 5% KMnO4 വാട്ടറിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അത് 100ൽ വെച്ച് നോക്കുമ്പോൾ 5 gram ആണ് ആ ഒരു എൻ്റയർ സൊല്യൂഷനിൽ, ആ ഒരു എൻ്റയർ വാട്ടറിൽ ഇത്ര KMnO4 ഉണ്ട്. അതിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പം നേരത്തെ പറഞ്ഞതിൽ മൊളാലിറ്റി എന്താണ് അത് മാറിപ്പോരുത് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും പഠിച്ചു വെക്കാം. നിങ്ങളോട് ഡയറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പം ആ ഒരു ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്താണ്. പിന്നെ കൂടാതെ അതിൻ്റെ പ്രോബ്ലംസ് ചിലപ്പം വരാം. എന്നാലും കൂടുതലായിട്ട് കോൺസെൻട്രേഷനായിട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് സൊല്യൂഷനിൽ നമുക്കുണ്ടല്ലോ നോർമലി സച്ച് ആസ് ഈ ഒരു സൊല്യൂഷൻ വരുന്നതാണെങ്കിൽ ആൽക്കഹോൾ വാട്ടറിൽ ഉണ്ടാകുന്ന ലിക്വിഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. ആൻഡ് പിന്നെ വരുന്നത് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ലാസ്റ്റ് വരുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. നോർമലി ഈ ഒരു ടൈപ്സ് ഓഫ് സൊല്യൂഷനിൽ 9 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ജനറലി എടുക്കുന്നത് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ലിക്വിഡ് ഫോമിൽ മറ്റൊരു ലിക്വിഡ് ഫോമോ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താ? അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ്ചർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. സച്ച് ആസ് ആൽക്കഹോൾ ഇൻ വാട്ടർ അല്ലേ? നമ്മളിപ്പം മദ്യപിക്കുന്നതാണെങ്കിൽ ആൽക്കഹോളും എന്തായാലും ആ ഒരു സൊല്യൂഷൻ ആ ഒരു ലിക്വിഡ് ഫോമിലാണ്, ആൻഡ് വാട്ടറും എന്തായാലും ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നത്. സോ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോളർ എമൗണ്ട് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് സൊല്യൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ വാട്ടറും ആൽക്കഹോളും എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഏതാണോ ഒഴിക്കുന്നത്
ആൽക്കഹോൾ ആയിരിക്കും അല്ലേ പൊതുവെ കുറച്ച് വെക്കുന്നത്, അതിനെ സൊല്യൂട്ട് എന്നും. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ ദ ലാർജർ എമൗണ്ട് ഈസ് കോൾഡ് ദി സോൾവെൻറ്റ്. കൂടുതലായിട്ട് അതിൽ ആ ഒരു സൊല്യൂഷനിൽ കൂടുതലായിട്ട് ഏതാണോ ഉള്ളത് അതിനെയാണ് സോൾവെൻ്റ് എന്നും പറയുന്നത് കേട്ടോ. ഇനി ഈ ഒരു ലിക്വിഡ്സ് തന്നെ 3 രീതിയിലുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് ലിക്വിഡ്സ് കംപ്ലീറ്റ്ലി മിക്സിസിബിൾ. ദാറ്റ് ഈസ് ഈ ഒരു ലിക്വിഡ്സ് കംപ്ലീറ്റ് ആയിട്ട് 2 ലിക്വിഡ്സ് മിക്സ് ചെയ്യുമ്പോൾ രണ്ടും ഡിസോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കഹോളും വാട്ടറും രണ്ടും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ലിക്വിഡ്സ് ആർ പാർഷ്യലി മിക്സിസിബിൾ. 2 ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാത്രമായിരിക്കും അത് പാർഷ്യലി മാത്രമായിരിക്കും എന്തായിരിക്കും മിക്സ് ആവുന്നത്, കംപ്ലീറ്റ്ലി മിക്സ് ആവുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ആൻഡ് ഫീനോൾ, അത് മിക്സ് ആവുന്നില്ല അല്ലേ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ലിക്വിഡായിട്ട് നമ്മൾ പെട്രോളിയം ആൻഡ് വെള്ളം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്സ് ആക്കുമ്പോൾ പാർഷ്യലി അത് മുകളിൽ പൊന്തി കിടക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ വരുന്നത്. ആ ഒരു എക്സാമ്പിൾ ഓർത്തേക്കാം. ഇനി ഇമ്മിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡസിൻറ്റ് ഡിസോൾവ്. ഒരു തരത്തിലും ആ 2 ലിക്വിഡ്സ് തമ്മിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അതായത് വാട്ടർ ആൻഡ് ബെൻസീൻ, ഒരു ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റ് ഇതുണ്ട്. സോ അത് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഒരു ജെൽ രൂപത്തിൽ നമുക്ക് ആ ഒരു ബെൻസീനെ കിട്ടും വേറെ തന്നെ. അത് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു വാട്ടറിന് പിന്നീട് എടുക്കാൻ പറ്റുന്നതൊക്കെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ലിക്വിഡ്സിൽ വരുന്ന 3 ഫോമാറ്റായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സിൽ ഗ്യാസസ് ആഡ് ചെയ്യുമ്പോൾ ഗ്യാസസ് ആർ ജനറലി സോലുബിൾ ഇൻ ലിക്വിഡ്സിൽ എന്താണ് ഗ്യാസസ് സോലുബിൾ ആണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മുടെ വാട്ടർ ഉണ്ടാവല്ലോ, അത് ഓക്സിജനേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പം ഒരു വെള്ളത്തിലൊക്കെ നമ്മൾ നീന്തക്കുളത്തിലോ പോണ്ടിലോ എന്തിലാണെങ്കിലും കുറച്ച് നേരം വരെ നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ അണ്ടറിൽ അടിയിൽ നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ കഴിയും അല്ലേ. അത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയതിനെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ മത്സ്യങ്ങൾക്കും മറ്റും അണ്ടർ വാട്ടർ ആനിമൽസിനൊക്കെ ആ ഒരു വാട്ടറിൽ ജീവിക്കാൻ കഴിയുന്നത് ഓക്സിജനേറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു ഗ്യാസാണ്, അത് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. ദ സോലുബിലിറ്റി ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ദി സോൾവെൻറ്റ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സോലുബിൾ ചെയ്യാനുള്ള കാരണം, അതെന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് ആ ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും അതിൻ്റെ ഒരു നാച്ചുറിനൊക്കെയാണ് കേട്ടോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് ഹെൻറീസ് ലോ വെച്ചിട്ട് നമുക്കിതിനൊന്ന് പ്രതിപാദിക്കാം. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഗ്യാസിൻ ലിക്വിഡ്സിൽ ഓക്സിജൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും അമോണിയ ഒക്കെ. ഇപ്പം അമോണിയം ഗ്യാസൊക്കെ നമുക്കിപ്പം അമോണിയ പരന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു അമോണിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രദേശത്ത് നമുക്ക് വേണമെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് കുറച്ച് നനച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു അമോണിയ ഇത് ഡിസോൾവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൽ ഉദാഹരണങ്ങളാണ് വരുന്നത്. ഇനി ഇതിൽ വരുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷറും ടെമ്പറേച്ചറും അനുസരിച്ചാണ് ആ ഒരു ഗ്യാസിന് ലിക്വിഡ്സിൽ സോലുബിൾ ആവുന്നത്. സോ ഈ ഒരു വേരിയേഷൻ ഓഫ് സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് വിത്ത് പ്രഷർ ഇസ് ഗവേൺഡ് ബൈ ദ ഹെൻറീസ് ലോ. അപ്പോൾ ഈ ഒരു പ്രഷർ പറയുന്നത് ഹെൻറീസ് ലോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഹെൻറീസ് ലോ എന്താണ് പറയുന്നത്? ദ മാസ് ഓർ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ് directly proportional to the partial pressure of the gas. അതായത് ആ ഒരു ലിക്വിഡിൽ ആ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷന് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? അതിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് X KP എന്നാണ് കേട്ടോ ഹെൻറീസ് ലോ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്. അപ്പോൾ ഇത് കുറച്ച് കണ്ടീഷൻസ് ഈ ഒരു ഹെൻറീസ് ലോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പം പരീക്ഷയിൽ ചോദിക്കാം. ഹെൻറീസ് ലോ
സ്റ്റേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് വരുന്നത് കണ്ടീഷൻസ് ഫോർ വാലിഡിറ്റി ഓഫ് ഹെൻറീസ് ലോ ആണ്. അപ്പം ഇതിൽ അണ്ടറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഗ്യാസസ് ഓഫ് ഒബേ ഹെൻറീസ് ലോ അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ എന്തൊക്കെയാണ് ഒബേ ചെയ്യുന്നത്? അതായത് പ്രഷർ കൂടുതലായിരിക്കരുത്, പ്രഷർ ഈസ് നോട്ട് ടു ഹൈ. പിന്നെ ടെമ്പറേച്ചർ നല്ലോണം കുറവും ആയിരിക്കരുത്. ദ ഗ്യാസ് ഡസ് നോട്ട് ഡിസോസിയേറ്റ്, അസോസിയേറ്റ് ഓർ എൻ്റർ ഇൻ ടു എനി കെമിക്കൽ റിയാക്ഷൻ വിത്ത് ദ സോൾവെൻറ്റ്. പിന്നെ എന്തായിരിക്കണം? ഈ ഒരു ഹെൻറീസ് ലോ ഒബേ ചെയ്യുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ പ്രഷർ കൂടുതൽ അത്രയ്ക്കും ഉയർന്നതാവരുത്, ടെമ്പറേച്ചർ അത്രയ്ക്കും താഴ്ന്നതാവരുത്, പിന്നെ സോൾവെൻറ്റുമായിട്ട് സൊല്യൂട്ട് ഡിസോസിയേറ്റ് ചെയ്യാനോ അസോസിയേറ്റ് ചെയ്യാനോ, സൊല്യൂട്ടായിട്ട് ഇവിടെ വരുന്നത് ഗ്യാസ് ആണ് കേട്ടോ, ആ ഒരു ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്യാനോ അസോസിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല എന്നാണ് ഈ ഒരു ഹെൻറീസ് ലോ പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ ഇത് വാലിഡ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ ഹെൻറീസ് ലോയിൽ ആ ഒരു പ്രഷർ എഫക്റ്റ് ഓഫ് ദി പ്രഷർ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് പറയുന്നത് ദ എഫക്റ്റ് ഓഫ് ദി ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടറിൽ പറയാമെന്നുണ്ടെങ്കിൽ ദ സോലബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിക്രീസസ് വിത്ത് ദി റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിനും ഡിക്രീസ് സംഭവിക്കുന്നുണ്ട് എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു CO2 വാട്ടറിൽ അതിൻ്റെ സോലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.88 cm³ ആണ് കേട്ടോ. അപ്പോൾ ഇനി അത് ആ ഒരു വാട്ടർ നമ്മൾ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു CO2ൻ്റെ ആ ഒരു സോലബിലിറ്റി ഉണ്ടാവുമല്ലോ, അത് ഒന്നും കൂടെ ഡിക്രീസ് ചെയ്യാൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്തായിരിക്കും, പിന്നീട് ഇങ്ങനെ ഡിക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് എഫക്റ്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ദി സോൾവെൻറ്റ്. ഗ്യാസ് ലൈക്ക് CO2, HCl-ഉം അമോണിയൊക്കെ എന്താണ് വാട്ടറിൽ ഹൈലി സോലുബിൾ ആണ് അല്ലേ. സോ ദീസ് ആർ ദി എഫക്റ്റ് ഓഫ് ദി നാച്ചർ ഓഫ് ദി ഗ്യാസ് അല്ലേ. ചില ഗ്യാസസ് ചില സോൾവെൻറ്റിൽ ഹൈലി സോലുബിൾ ആണെന്നാണ്. ഇത്രയും കണ്ടീഷൻ ഫോർ വാലിഡിറ്റി ഓഫ് ഹെൻറീസ് ലോ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, എഫക്റ്റ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ദി സോൾവെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഹെൻറീസ് ലോൻ്റെ ആ ഒരു എഫക്റ്റീവ് പ്രഷർ നമുക്ക് എന്താണ് പറയാൻ പറ്റത്തുള്ളൂ, ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് ആണ്. മൂന്നാമതായിട്ട് വരുന്നത് ലിക്വിഡ് ഫോമിലേക്ക് സോളിഡ്സ് ഡിസോൾവ് ചെയ്യുമ്പോൾ. When a solid is dissolved in a liquid, the solid referred as the solute and the liquid as the solvent. ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചസാര ലൈന് തന്നെയാണ്. പഞ്ചസാര എന്താണ്? ഒരു സോളിഡിൽ ആണല്ലേ, ഒരു കല്ല് പോലത്തെ ആ ഒരു രീതിയിലല്ലേ. അപ്പം ആ ഒരു സോളിഡ് എന്തിൽ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടർ ഫോമിൽ, വാട്ടർ ലിക്വിഡാണ്. അപ്പോൾ ആ ഒരു പഞ്ചസാര വാട്ടറിൽ അലിയുന്നതാണ് നിങ്ങൾ ഈ ഒരു സോളിഡ് ലിക്വിഡ്സ്. അതേപോലെ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പം സോൾട്ട് വാട്ടർ ആണെങ്കിലും എല്ലാം ഈ ഒരു സോളിഡ് ലിക്വിഡ്സിൻ്റെ എക്സാമ്പിളായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്, റൗൾസ് ലോ ആണ് നമ്മൾ ഈ ഒരു ലോനെ പറയുന്നത്. ഈ ഒരു ലോ എപ്പോഴാണ് അപ്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ്സ് ആർ മിക്സിബിൾ ആകുമ്പോൾ, അതായത് മിക്സഡ് ആവണം, ലിക്വിഡ്സ് തമ്മിൽ മിക്സഡ് ആണെന്ന ആ ഒരു കേസിൽ മാത്രമാണ് ഈ ഒരു റോൾസ് ലോ അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താണ് പറയുന്നതെന്ന് നോക്കാം. റോൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് ലിക്വിഡ് ഇൻ ദി സൊല്യൂഷൻ ഈസ് directly proportional to the to its mole fraction. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വോളറ്റൈൽ ആവാൻ, ഒരു ലിക്വിഡ് വോളറ്റൈൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് വേഗം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഓക്കെ, അതിനാണ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പം നീരാവി പോകുന്നുണ്ടല്ലോ, അതേപോലെ അതാണ് വോളറ്റൈൽ ലിക്വിഡ്സ് കേട്ടോ. അപ്പം ഈ ഒരു റോൾസ് ലോ പറയുന്നത് ദ ലോ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്
ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് ലിക്വിഡ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഓരോ ലിക്വിഡ്സിൻ്റെ ആ ഒരു പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ്? അതിൻ്റെ മോൾ ഫ്രാക്ഷനോട്. മോൾ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരു ലിക്വിഡിൽ എത്രത്തോളം ആ ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നോക്കാം. PA എന്നാണ് വരുന്നത് കേട്ടോ. PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു XA. അതായത് ദ വേപ്പർ phase now consists of vapors of both liquid A and B. നമുക്ക് രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, എയും ബിയും. അപ്പം ഈ ഒരു ഈച്ച് ലിക്വിഡിൻ്റെയും എൻ്റെയും ബിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂഷന്. അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിക്വിഡ് എൻ്റെയും ബിൻ്റെയും മോൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ. XA കൊണ്ടും XB, എക്സ് സബ്സ്ക്രിപ്റ്റ് എയും എക്സ് സബ്സ്ക്രിപ്റ്റ് ബി കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ P എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് XA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു A പറഞ്ഞിട്ടുള്ള ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. XB എന്ന് വെച്ച് കഴിഞ്ഞാൽ B എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. PAയും PBയും പാർഷ്യൽ വേപ്പർ പ്രഷറാണ് കേട്ടോ. That is PA and PB are the partial vapor pressures. So നമുക്ക് ഇതെങ്ങനെ കിട്ടും? ഇവിടെ PA directly proportional to the XA or PA എന്തായിട്ട് എഴുതാം നമുക്ക്? P സൂപ്പർ സ്ക്രിപ്റ്റിൽ 0A ഇൻറ്റു XA ആയിട്ട്. അപ്പോൾ ഇവിടെ P0A എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ്. പ്യുവർ ലിക്വിഡ്സിൻ്റെ വേപ്പർ പ്രഷറിനാണ് കേട്ടോ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ PB ആണെങ്കിലും P0B ഇൻറ്റു XB ആയിരിക്കും കേട്ടോ. ഇനി ഇത് എങ്ങനെ വരാം? ദ വാല്യൂസ് ഓഫ് PA ആൻഡ് PB ആർ പ്ലോട്ടഡ് ഇൻ ദ വാല്യൂസ് ഓഫ് ദി XA ആൻഡ് XB സൊല്യൂഷനിൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫായിട്ട് വരുന്നത്. ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ഇത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്യുവർ ലിക്വിഡ് ബിയിലുള്ള പാർഷ്യൽ വേപ്പർ പ്രഷറാണ് ആൻഡ് പ്യുവർ ലിക്വിഡ് ഇത് എയിലുള്ള പാർഷ്യൽ വേപ്പർ പ്രഷറാണ്. ഇവിടെ ഉണ്ടല്ലോ ലൈൻ ജോയിനിങ്. സോ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എന്താണ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് P ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു PA പ്ലസ് PB ആണ് വരുന്നത്. സോ P ഈസ് ഈക്വൽ ടു എന്താണ്? PA നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ. PA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാർഷ്യൽ പ്യുവർ ലിക്വിഡ്സിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ XA പ്ലസ് പ്യുവർ ലിക്വിഡ് ബിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ XB. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ അറ്റ് ഓൾ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ആൻ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോൾസ് ലോ ആ ഒരു കോൺസെൻട്രേഷനിൽ എല്ലാ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യുന്നതിനാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. PA is equal to that is PA is equal to P is equal to PA plus PB എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റോൾസ് ലോൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചിട്ട്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾസ് ലോ ഒബേ ചെയ്യുന്നതായിരിക്കും ഐഡിയൽ സൊല്യൂഷൻ. ഡ്യൂറിങ് ദയർ ഫോർമേഷൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹീറ്റ് ആൻഡ് വോളിയം. എന്തായിരിക്കും അതിൻ്റെ ആ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാവുമ്പം അതിൻ്റെ ഫോർമേഷനിൽ ഹീറ്റിനും വോളിയത്തിനും ചേഞ്ച് സംഭവിക്കുന്നില്ല. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റോൾസ് ലോ ഒബേ ചെയ്യാത്തതിനാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹൂസ് ഫോർമേഷൻ ഈസ് അക്കമ്പനീഡ് ബൈ ദി ചേഞ്ചസ് ഓഫ് ഹീറ്റ് ആൻഡ് വോളിയം. അപ്പോൾ മനസ്സിലായല്ലോ. ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതിന് ഹീറ്റിനും വോളിയത്തിനും ആ ഒരു ഫോർമേഷൻ്റെ ടൈമിൽ ചേഞ്ച് വരുന്നില്ല. ഇനിയിപ്പോൾ ഹീറ്റിനും വോളിയത്തിനും ചേഞ്ച് വരുന്നതിനെ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. കാരണം അത് റോൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു മോസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻ ആർ നോൺ ഐഡിയൽ കേസിലാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു നോൺ ഐഡിയൽ ബിഹേവിയർ ദേ ഷോ കൺസിഡറബിൾ ഡീവിയേഷൻ ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. അപ്പം 2 ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡീവിയേഷൻസ് നോൺ ഐഡിയൽ സൊല്യൂഷനിലെ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ ബിഹേവിയറാണ്. അതായത് 2 മോളിക്യൂൾസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ എ ആൻഡ് ബി, അത് തമ്മിൽ ഇൻട്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാളും വീക്കറായിരിക്കും എന്നാണ് ഈ ഒരു പോസിറ്റീവ് ഡീവിയേഷനിലൂടെ റോൾസ് ലോ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. ദിസ് വീക്കർ ഇൻ ഇൻട്രാക്ഷൻ ലീഡ്സ് ടു എൻ ഇൻക്രീസ് ദി എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ദി മോളിക്യൂൾസ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻട്രാക്ഷൻ ഓഫ് വീക്കർ ചെയ്യുന്നുണ്ട്, ആ ഒരു മോളിക്യൂൾസിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ടെൻഡൻസി ഓഫ് മോളിക്യൂൾ ടു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോസിങ് എ ഹയർ വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹയർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ ഇവിടെ റോൾസ് ലോ പ്രകാരം ഉണ്ടാവുന്നുണ്ട്. ഇനി ഇവിടെ നോക്കാം, ഈ ഒരു എക്സ് ആക്സിസ് ആണ് ഇത് വരുന്നത്. ഇവിടെ എന്താണ്, മോൾ ഫ്രാക്ഷൻ ആണ് കേട്ടോ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി വേപ്പർ പ്രഷർ. സോ ഈ ഒരു P0 B ആൻഡ് P0 B ആൻഡ് P0 A എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ കോമ്പണൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം ഇതെന്തായിരിക്കും, PAB ആ ഒരു കോമ്പണൻറ്റിൻ്റെ വേപ്പർ മുകളിലേക്കായിട്ടാണ് അല്ലേ, PABൻ്റെ ആണെങ്കിലും മുകളിലേക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു കേർവ് എന്താണ്, PAൻ്റെയും PBൻ്റെയും ആ ഒരു കേർവ് വരുന്നത് ലൈസ് എബവ് ദി ഐഡിയൽ ലൈൻ. ഇതായിരിക്കും ഐഡിയൽ ലൈൻ, ഇതാ വരുന്നത്. അതായത് പ്യുവർ ലിക്വിഡ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ വേപ്പർ പ്രഷേഴ്സ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ എബവ് ആയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ദാറ്റ് ഈസ് P is equal to PA plus PB. ഈച്ച് ഇൻഡിവിജ്വൽ കോമ്പണൻറ്റ് PA ആൻഡ് PB ഓൾസോ ഷോസ് എ ഹയർ വേപ്പർ പ്രഷർ. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഹയർ വേപ്പർ പ്രഷർ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടുള്ള എയും ബിയും തമ്മിൽ എന്താണ്, വീക്ക് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു വീക്ക് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ആ ഒരു ലിക്വിഡ് ഫേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇത് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് പറയുന്നത്. ഒരു നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷനിലുണ്ടല്ലോ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയിരിക്കും. സിമിലർ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാലും ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷനിൽ കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ് കാണിക്കുന്നത്. ഈ ഒരു സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ എന്ത് ലീഡ് ടു എ ലോവർ വേപ്പർ പ്രഷർ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോങ് ഇൻട്രാക്ഷന് ഉണ്ടാക്കുന്നുണ്ട്. സോ ദിസ് ഈസ് പ്രെഡിക്റ്റഡ് ബൈ ദി റോൾസ് ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഗ്രാഫ് ഉള്ളത്, എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ അതിൻ്റെ വേപ്പർ പ്രഷറാണ്. സോ P0A എന്നും P0B എന്ന് പറഞ്ഞിട്ടുള്ള പ്യുവർ ലിക്വിഡ്സിൻ്റെ വേപ്പർ കോമ്പണൻ്റ് ഉണ്ട്. അത് ടോട്ടലി ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ P കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹേവിയർ നമുക്ക് എന്ത് പറയാം, ദ ടോട്ടൽ വേപ്പർ പ്രഷർ കർവ് ലൈസ് ബിലോ ദ ഐഡിയൽ ലൈൻ അല്ലേ. ഒരു വേപ്പർ പ്രഷറിൻ്റെ ആ ഒരു ബിലോ ഐഡിയൽ ലൈനിലായിരിക്കും ഈ ഒരു നെഗറ്റീവ് ഡീവിയേഷൻ കാണുന്നത്.
അപ്പോൾ നമ്മുടെ ആ ഒരു ലിക്വിഡ്സ് ഉണ്ടാവല്ലോ, ഇൻഡിവിജ്വൽ വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് എ ആൻഡ് ബി അതെന്തായിരിക്കും, ലോവർ ആയിരിക്കും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനേക്കാളും വേപ്പർ പ്രഷറിനേക്കാളും ലോവർ ആയിരിക്കും ആ ഒരു പ്രഷർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്താ പറയുക, ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ എന്താ സ്ട്രോങ് ഇൻട്രാക്ഷന് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മോളിക്യൂൾസിന് വേപ്പർ ഫേസിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. യൂഷ്വലായിട്ട് ക്വസ്റ്റ്യൻസ് വരാം, ഓരോന്നും എടുത്തിട്ട് എന്താണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദി ഈച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അത് ഡിറൈവ് ചെയ്യാനുള്ളതല്ലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു റോൾസ് ലോ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൽ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഇവോപ്പറേറ്റ് ചെയ്യാത്ത എന്താണ് സൊല്യൂഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിലെന്താണ്, റോൾസ് ലോ പ്രകാരം ഇക്വേഷൻ വരുന്നത് P0A മൈനസ് PA. അതെന്താ, പ്യുവർ ലിക്വിഡ്സിൻ്റെ വേപ്പർ പ്രഷർ മൈനസ് PA, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് A ഡിവൈഡഡ് ബൈ അതിൻ്റെ P0A ആണ്. ഇങ്ങനെയാണ് നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ലിക്വിഡ് B കിട്ടും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ റോൾസ് ലോ പ്രകാരം, റോൾസ് ലോൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ അത് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ആ ഒരു ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൽ ഉള്ള ഇക്വേഷൻ ആണ് കേട്ടോ ഇത് വരുന്നത്, P0A ആൻഡ് PA ബൈ P0A. സോ ഈ ഒരു കണ്ടീഷനിൽ നെക്സ്റ്റ് നമ്മൾ XB എന്താണെന്ന് കണ്ടുപിടിക്കുക. XB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ അല്ലേ. സോ ദാറ്റ് ഈസ് NB, ലിക്വിഡിൻ്റെ B ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് NB, നമ്പർ ഓഫ് മോൾസ് ഓഫ് ലിക്വിഡ് B ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്താണ് A പ്ലസ് നമ്പർ ഓഫ് NB, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. സോ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സൊല്യൂഷനിൽ, ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെൻറ്റിൽ എന്തായിരിക്കും, സൊല്യൂട്ടിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതിലെന്തായിരിക്കും, NB മച്ച് ലെസ്സർ ദാൻ NA ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഹെൻസ് XB is equal to NB ഡിവൈഡഡ് ബൈ NA. അപ്പം NB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അല്ലേ, NB എന്ന് വെച്ച് കഴിഞ്ഞാൽ WB ഡിവൈഡഡ് ബൈ MB ആണ്, വെയ്റ്റ് ഓഫ് ദി ലിക്വിഡോ പിന്നെ അതിൻ്റെ മൊളാരിറ്റിയും. ഓക്കെ, അപ്പോൾ NAയും സെയിം ആസ് ദി WA ഡിവൈഡഡ് ബൈ MA ആയിരിക്കും. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ മാറ്റിയിട്ട് WB .MA എന്ന ഫോമാറ്റിൽ ഈ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. അപ്പം ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ പ്രമാണിച്ച് നമുക്ക് എന്ത് കിട്ടും, ദറ്റ് ഈസ് P സൂപ്പർസ്ക്രിപ്റ്റ് A മൈനസ് PA ഡിവൈഡഡ് ബൈ P സൂപ്പർസ്ക്രിപ്റ്റ് A ഡിവൈഡഡ് ബൈ ഈക്വൽ ടു XB ഈക്വൽ ടു WB .MA ഡിവൈഡഡ് ബൈ WA .MB ആയിരിക്കുമെന്ന് നമുക്ക് എഴുതാം. സോ ദ അബവ് എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് B. അപ്പോൾ എന്തിൻ്റെ ആണ്, സൊല്യൂട്ട് Bൻ്റെ മോളിക്കുലർ മാസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊവൈഡഡ് ദി റിലേറ്റീവ് ലോവറിങ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ, അതെന്താണ്, നോൺ കോൺസെൻട്രേഷനിലാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെൻറ്റും നമുക്ക് നോൺ ആയിരിക്കും. അപ്പം ആ ഒരു മോളിക്കുലർ മാസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിസ് മെത്തേഡ് ഈസ് ഓഫൺ ഡിഫിക്കൽട്ടാണ് കേട്ടോ. സോ അതായത് എന്താണ്, ആക്യുറേറ്റ് ഉള്ള ഒരു വേപ്പർ പ്രഷറിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ വരുന്ന ഈ ഒരു ഇത് നിങ്ങൾ നോക്കാം, ഗ്രാഫ് നോക്കാം. ഇതിലെന്താണ്, നമ്മളിപ്പം സോൾവെൻറ്റും സൊല്യൂഷനും ഉണ്ട്. സോ ദ വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ സോൾവെൻറ്റ് ഈസ് ഓൾവേസ് ഹയർ അല്ലേ. പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹയർ തന്നെ ആയിരിക്കും ആ ഒരു സൊല്യൂഷനിൽ. പക്ഷേ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു സൊല്യൂഷൻ്റെ,
ദാറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. ആ ഒരു സോൾവെൻറ്റിനെ കാളും ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും ആ ഒരു സൊല്യൂഷനിൽ. അപ്പം ഈ ഒരു വേപ്പർ പ്രഷറിൻ്റെ കേർവ് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്ന സൊല്യൂഷനാണ്. അതിൻ്റെ സൊല്യൂഷനിലാണ് ബോയിലിംഗ് പോയിൻറ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്ന്. ഓക്കെ, സോ യു വിൽ ഫൈൻഡ് ദർ ഇൻ എ എലിവേഷൻ ഇൻ ദി ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദി സൊല്യൂഷൻ. ഇതിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പം ഡെൽറ്റ ടി ബി ആണ് ഇവിടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്. ഡെൽറ്റ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവറിങ് ഇൻ വേപ്പർ പ്രഷറാണ്. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ നോക്കാം. ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡെൽറ്റ പി. എന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ലോവറിങ് വേപ്പർ പ്രഷറിനോട് ഈക്വൽ ആണ്. ആൻഡ് ഓൾസോ ഇസ് ദ മോൾ ഫ്രാക്ഷൻ ബി ഓർ ഡെൽറ്റ ടി ബി. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്താം, കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, കെ എക്സ് ബി എന്ന് പറയാം. So as you know, XB is equal to XB എന്ന് വെച്ചാൽ എന്താ, മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി എന്താണ്, NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB ആണ്. സോ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനിൽ NB മച്ച് ലെസ്സർ ദാൻ ദി NA. അപ്പം NB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം എന്തായിരിക്കും, അത് നെഗ്ലക്റ്റ് ചെയ്ത് പോകും, അത് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ടേം നോക്കാം. NB ഡിവൈഡഡ് ബൈ NA ആയിരിക്കും കേട്ടോ. XB ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA. അതായത് എന്താണ്, NB മച്ച് ലെസ്സർ ദാൻ ദി NA. അതുകൊണ്ടാണ് അത് നെഗ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ പുട്ട് ചെയ്ത പോലെ തന്നെ NBക്ക് അതിൻ്റേതായിട്ടുള്ള ഫോർമുലാസ് നമ്മളവിടെ പുട്ട് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ഫൈനലി നമുക്ക് NB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WMA കിട്ടിയിട്ടുണ്ട്. അപ്പോൾ XBയിലേക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള ഇത് നമ്മൾ പുട്ട് ചെയ്ത് നോക്കാം, KXB. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു NB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA എന്ന് കിട്ടും കേട്ടോ. സോ ഇഫ് വി ടേക്ക് ദ മാസ് ഓഫ് ദി സോൾവെൻറ്റ് WA ഇൻ കിലോഗ്രാംസ്. അപ്പോൾ ആ ഒരു സോൾവെൻറ്റിൻ്റെ മാസ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിക്വിഡിൻ്റെ ആ ഒരു മാസ് എന്താ കിലോഗ്രാംസിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ദ ടേം NB ഡിവൈഡഡ് ബൈ W ഇസ് മൊളാലിറ്റി M. സോ ഡെൽറ്റ ടി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കെ ഇൻറ്റു MA ഡോട്ട് M ദാറ്റ് ഈസ് ഈക്വൽ ടു KBM. അതിൻ്റെ മൊളാലിറ്റി ആണ് കേട്ടോ M വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള KBനെ നമ്മൾ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. സോൾവെൻറ്റിൻ്റെ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് KB may be defined as the elevation in boiling point when 1 mole of a solute is dissolved in 1 kilogram of the solvent. അപ്പം എന്താണ് KB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ആണ് അല്ലേ. ഒരു മോൾ ഓഫ് സൊല്യൂട്ട് 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ആണ് KB ഡിനോട്ട് ചെയ്യുന്നത്. സോ ഡിഗ്രി പെർ മൊളാലിറ്റിയിലാണ് KB എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് വരുന്നത്. സോ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിലും ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കാം. ഒരു എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതിൻ്റെ ഐഡൻറ്റിറ്റീനല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസിനാണ്. അപ്പം ഈ ഒരു ഗ്രാഫ് കമ്പയർ ചെയ്യുന്നത് വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ സോൾവെൻറ്റ് ആൻഡ് ഇറ്റ്സ് സൊല്യൂഷന്. ഒരു പ്യുവർ സോൾവെൻറ്റ് അതിൻ്റെ സൊല്യൂഷനും ആ ഒരു കമ്പാരിസണാണ് ഈ ഒരു ഗ്രാഫ് വരുന്നത്. സൊല്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു ദി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള K ആണ് കൊടുത്തിട്ടുള്ളത്, ആൻഡ് Y ആക്സിസിൽ വേപ്പർ പ്രഷറാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ ബിഹേവിയർ കാണിക്കുന്നത്, ദ സൊല്യൂഷൻ ഹാസ് എ ലോവർ വേപ്പർ പ്രഷർ. ആ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും, വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കും അല്ലേ, കമ്പയറിങ് ടു ദി സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചറിൽ അല്ലേ. നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ഈ ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്താണ്, സോൾവെൻറ്റിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേപ്പർ പ്രഷർ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്കാണല്ലോ, അത് കുറവാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് ദി സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. അപ്പം സോൾവെൻറ്റിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്തായിരിക്കും, കുറവാണെന്നാണ് പറയുന്നത്. സോ ഇൻഡിക്കേറ്റഡ് ആസ് ദി FP ഓഫ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ആ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു സൊല്യൂഷൻ്റെ ഈ ഒരു ഇതാണ് നമ്മളെ ഫ്രീസിങ് പോയിൻ്റ്. ആ ഒരു ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ആ ഒരു ഫ്രീസിങ് പോയിൻ്റ് കുറയുന്നുണ്ടെന്ന് പറയുന്നത്. So adding a solute reduces the number of solvent molecules at the surface.
അപ്പോൾ എന്തുണ്ടാവും, നമ്മുടെ വേപ്പർ പ്രഷർ കുറയുന്നുണ്ട്. So freezing point the solution must reach a lower temperature to equalize the vapor pressure of the solid and liquid phases. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. TFB ദി ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആണ്. സോ അതെന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നമ്മുടെ ബി ലിക്വിഡിൻ്റെ ആ ഒരു മോൾ ഫ്രാക്ഷനോട്. ദാറ്റ് ഈസ് ഡെൽറ്റ TF = KXB ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ K എന്ന് പറഞ്ഞാൽ നേരത്തെ അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നേരത്തെ എന്താണ് പറഞ്ഞത്, XB ഡിനോട്ട് നമുക്ക് അറിയാം അല്ലേ, മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ബി അതെന്തായിരിക്കും, NB / N + NB ആണ്. സോ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നേരത്തെ ആ ഒരു ബോയിലിംഗ് പോയിന്റ് തന്നെ ഈ ഒരു ഇക്വേഷനിലെല്ലാം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടെല്ലാം തന്നെ സെയിം ആസ് ദി ബോയിലിംഗ് പോയിന്റ്. സോ NB നെഗ്ലക്റ്റ് ചെയ്യും, കാരണം അത് മച്ച് ലെസ് ദാൻ ദി NA. സോ XB = നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുന്നത് NB × MA / WA ആണ്. അപ്പോൾ ഡെൽറ്റ TF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, K × NB × MA / WA കിട്ടും. സോ if the mass of the solvent WA is taken in kilogram അല്ലേ, അപ്പോൾ എന്താണ് ടേം NB / WA becomes molality തന്നെയാണ്. ഒരു ടേം സെയിം അല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ച് വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഒന്ന് പഠിച്ചാൽ തന്നെ മറ്റേതും സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ മൊളാലിറ്റി M ആയിട്ടാണ് വരുന്നത്, സ്മോൾ m ആണ് കേട്ടോ. that is delta TF = KMA.M. അപ്പോൾ KF അതിൻ്റെ ആ ഒരു ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് വരുന്നത് KF.M ആയിരിക്കും. സോ KF എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ മൊളാൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് ഫോർ ദ സോൾവെൻ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ KFന് എന്താ നമ്മൾ പറയുന്നത്, ഒരു 1 mol ഓഫ് സൊല്യൂട്ട് 1 kilogram സോൾവെൻറ്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്രീസിങ് പോയിൻ്റാണ്, സൊല്യൂഷൻ്റെ ആ ഒരു ഫ്രീസിങ് പോയിൻ്റാണ് KF എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓസ്മോസിസ് ആണ്. വാട്ട് ഈസ് ഓസ്മോസിസ് എന്ന് നമുക്ക് നോക്കാം. ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ദ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ദി സോൾവെന്റ് ഫ്രം എ സൊല്യൂഷൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ സൊല്യൂഷൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ വെൻ ദ ടു ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് നോൺ ആസ് ദി ഓസ്മോസിസ്. അതായത് ഇവിടെ ഈ ഒരു ഓസ്മോസിസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ചന്ദനത്തിരി എടുക്കുന്നതാണെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പം കടലയൊക്കെ വെള്ളത്തിലിടാൻ നിൽക്കുമല്ലോ, ആ ഒരു ടൈമിൽ കുറച്ച് അതിൻ്റെ ഓസ്മോസിസ് ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളിപ്പം രാത്രി കടല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അത് കുറച്ച് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, കാരണം ഇവിടെ നടക്കുന്ന ഓസ്മോസിസ് ആണ്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ആ ഒരു വാട്ടർ ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു കടല അങ്ങനെ വലുതാവുന്നത്. സോ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓസ്മോസിസ് ഇവിടെ നടക്കുന്നത്. ദ ടു സൊല്യൂഷൻസ് ഹാവ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ, ദേ ആർ നോൺ ആസ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അതായത് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാകുന്ന രണ്ട് സൊല്യൂഷൻസിനെ നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട് present in the solution and not on their nature. അപ്പോൾ എന്താണ് ഈ ഒരു സൊല്യൂഷനിൽ ഉണ്ടാകുന്ന സൊല്യൂട്ടിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു സൊല്യൂട്ടിൻ്റെ നാച്ചുറിനെ അല്ല. സോ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ Tയിൽ ഓസ്മോട്ടിക് പ്രഷർ പൈ എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഓഫ് എ ഡൈലൂട്ട് സൊല്യൂഷൻ ഈസ് എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ജസ്റ്റ് ഒരു ഓസ്മോസിൻ്റെ ഒരു ഇത് വരുന്നത്. ഒരു ബീക്കർ വരുന്നുണ്ട്, അതിൽ സൊല്യൂഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്ത് സൊല്യൂഷൻ ആണെങ്കിലും. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിന് നമ്മൾ എന്താണ് ഒരു സോൾവെൻ്റ് ഇട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു ഓസ്മോസിൻ്റെ പിക്ചറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓസ്മോസിനെ ഡിനോട്ട് ചെയ്യുന്നത് പൈ വെച്ചിട്ടാണ്. സോ ഓസ്മോട്ടിക്
പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT ആണ്. സോ R ഇസ് ദി KS കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ. സോ പൈ ഈസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ VRT എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു NB എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദി V ലിറ്റേഴ്സ്. അതാണ് NB പറയുന്നത്, നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദി ബിയിൽ, പിന്നെ ഡിവൈഡഡ് ബൈ V എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ ആ ഒരു സൊല്യൂഷൻ്റെ. സോ പൈ V ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ M സൊല്യൂട്ട് RT എന്നാണ് കേട്ടോ. സോ ഇവിടെ W എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂട്ടിൻ്റെ മാസാണ് പറയുന്നത്, അത് എത്രത്തോളം ആ ഒരു ലിറ്റർ വോളിയത്തിൽ സൊല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പഠിച്ചു, പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 തരത്തിലുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് ഇത്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാം. പിന്നെ റോൾസ് ലോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോൾസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചേക്കണം കേട്ടോ, പെട്ടെന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണത്. പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഡീവിയേഷൻസ് അതിൻ്റെ നോൺ ഐഡിയൽ കേസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എനിവേ, താങ്ക് യു.